കെപിസിസി ഭാരവാഹികളുടെയും ഡിസിസി അധ്യക്ഷന്മാരുടെയും യോഗം ആരംഭിച്ചു. കെപിസിസി ഭാരവാഹി പ്രഖ്യാപനത്തിന് ശേഷം ചേരുന്ന ആദ്യ യോഗമാണിത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ യോഗം വിലയിരുത്തും. സർക്കാരിനെതിരെയുള്ള തുടർ സമര പരിപാടികളും യോഗത്തിൽ ചർച്ചയാകും. സുനിൽ ഐസക് ചേരുന്നു. സുനിൽ, പുതിയ സമിതിയുടെ ആദ്യ യോഗമാണ്. എന്തൊക്കെയാണ് അജണ്ട? യോഗം അല്പസമയം മുമ്പ് ആരംഭിച്ചിട്ടുണ്ട്. ദീപദാസ് മുൻഷി അടക്കമുള്ള ആളുകളുടെ സാന്നിധ്യത്തിലാണ് യോഗം തുടരുന്നത്. ഇതിൽ പ്രധാനമായും പറയേണ്ട രണ്ട് കാര്യങ്ങൾ, അതായത് നേരത്തെ തന്നെ കഴിഞ്ഞ 23-ാം തീയതി യോഗം നിശ്ചയിച്ചതായിരുന്നു. പക്ഷേ അന്ന് ഭാരവാഹി പട്ടിക പ്രസിദ്ധീകരിക്കാത്തതിൽ വി ഡി സതീശൻ നിരസനം പ്രകടിപ്പിക്കുകയും അത്തരത്തിൽ കെപിസിസി യോഗവുമായി വിളിച്ചതിനെതിരെ ഒരു നിലപാടെടുക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് അന്നത്തെ യോഗം മാറ്റിവെച്ചിരുന്നു. പിന്നാലെയാണ് കോർ കമ്മിറ്റി പ്രഖ്യാപിക്കുന്നത്. ആ കോർ കമ്മിറ്റിയും ജനറൽ സെക്രട്ടറിമാരുടെ പട്ടികയും പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ യോഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കെ സുധാകരൻ അടക്കമുള്ള ആളുകളൊന്നും യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. അത്തരത്തിൽ ഉള്ള ആളുകൾ യോഗത്തിലെത്തിയിട്ടില്ല. കെ സി വേണുഗോപാലില്ല, കെ സുധാകരനില്ല. അത്തരത്തിൽ പ്രധാനപ്പെട്ട കോർ കമ്മിറ്റി അംഗങ്ങൾ പകുതിയിലധികവും യോഗത്തിലില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും യോഗത്തിലിപ്പോൾ വി ഡി സതീശൻ സംസാരിക്കുകയാണ്. പ്രധാനമായും ഒറ്റ അജണ്ട മാത്രമാണ് യോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അജണ്ടയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് 2-3 ദിവസങ്ങളിൽ തന്നെ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. സ്വാഭാവികമായും തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളായിരിക്കും ഇന്നത്തെ കെപിസിസി യോഗം ചർച്ച ചെയ്യുന്നത്. അതായത് ഓരോ ജില്ലയുടെ മാത്രമല്ല, ഓരോ നിയമസഭാ മണ്ഡലങ്ങൾ എന്ന തരത്തിൽ തിരിച്ചുകൊണ്ട് നേതാക്കൾക്ക് ചുമതല കൊടുക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, അടുത്ത ദിവസം തന്നെ DCC യോഗങ്ങൾ വിളിച്ചു ചേർക്കാനുള്ള നിർദ്ദേശവും നൽകും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുക, അതിനു വേണ്ടുന്ന ഏത് തരത്തിലാണ് ഈ പ്രധാനപ്പെട്ട ആളുകളെ, ജില്ലയിലെ പ്രധാനപ്പെട്ട ആളുകളെ തന്നെ സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചുകൊണ്ട് കോർപ്പറേഷനുകൾ, അതുപോലെ തന്നെ തദ്ദേശ കോർപ്പറേഷനുകൾ അടക്കമുള്ള സ്ഥാപനങ്ങൾ, അവിടേക്ക് പ്രധാനമായും കോർപ്പറേഷനുകളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട്, ജില്ലാ പഞ്ചായത്തുകളിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ തവണയൊക്കെ നഷ്ടപ്പെട്ടു പോയ തദ്ദേശ സ്ഥാപനങ്ങൾ, അതിൻ്റെ കാരണങ്ങൾ കൂടി പരിശോധിച്ചുകൊണ്ട് ഇത്തവണ അത് തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമം നടത്തുക. ഒന്ന് അതാണ്. മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള ക്ഷേമ പെൻഷനുകളുടെ അടക്കമുള്ള വർധനവ് ഒക്കെ ഒരുപക്ഷെ രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടാക്കും എന്നൊരു വിലയിരുത്തൽ പൊതുവെ കോൺഗ്രസിനുണ്ട്. മാത്രമല്ല, ഇന്ന് നടത്തിയിട്ടുള്ള അതിദരിദ്ര വിമുക്ത സംസ്ഥാന പ്രഖ്യാപനങ്ങൾ അടക്കമുള്ളവ സർക്കാരിൻ്റെ വലിയ ഭരണ നേട്ടങ്ങളായി സ്വാഭാവികമായും ഉയർത്തിക്കൊണ്ടുവരുന്ന സമയമാണ്. അതിൻ്റെ പൊള്ളത്തരങ്ങൾ ജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കുക എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിലായാലും മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥർക്കുള്ള DA വർധനവ് അടക്കമുള്ള പുതിയ ക്ഷേമ പ്രവർത്തനങ്ങളുടെ പൊള്ളത്തരങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ലഘുലേഖകൾ തയ്യാറാക്കിക്കൊണ്ട് ഓരോ വീടുകളിലും എത്തിക്കുക. ഒപ്പം അതിദരിദ്ര വിമുക്ത പ്രഖ്യാപനം, അതുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇന്ന് സംസാരിച്ചിരുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുക. അത് ഏത് തരത്തിലാണ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നത് സംബന്ധിച്ച കാര്യങ്ങളും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാവും. ശരി സുനിൽ.